എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വി പ്രഭാകരൻ എന്ന ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാനായിട്ടിടയായി തോന്നി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയ്ക്ക് 5500 അണുവായുധങ്ങളുണ്ട്, റഷ്യയ്ക്ക് 5500, ചൈനയ്ക്ക് 600, ഇന്ത്യക്ക് 190, ഇസ്രായേലിന് 90, ഉത്തര കൊറിയയ്ക്ക് 50. ഇറാൻ ഒന്നുണ്ടാക്കാൻ ശ്രമിച്ചേക്കാം എന്ന കാരണത്താൽ US യുദ്ധത്തിലേക്ക് പോകുന്നു. അത് എങ്ങനെ അർത്ഥവത്താണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടിയാണ്. ഈ വി പ്രഭാകരന്റെ മറ്റുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഒന്ന് ഞാൻ നോക്കി. അതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹം ഒരു പക്ക ജിഹാദി സപ്പോർട്ടറാണ്. പാലസ്തീനെയും അതുപോലെ ഹമാസിനെയും മറ്റ് ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമായി. ഏതാണ്ട് നിരവധി ആളുകൾ ഇതിന്റെ താഴെ കമന്റുകൾ എഴുതിയിട്ടുണ്ട്. സുഡാപ്പികൾ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് പലപ്പോഴും സത്യസന്ധമായ വാർത്തകൾ വരാറായിട്ടില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുഡാപ്പികളെ പിന്തുണയ്ക്കുന്നവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും അവരുടെ വീഡിയോകൾ നന്നായി ഷെയർ ചെയ്തു പോവുകയും ചെയ്യുക. അതുകൊണ്ടാണ് ജിഹാദി സുനിതയും ജിഹാദി രാഹുൽ ഈശ്വരനും മറ്റ് പല ആളുകളും ഇവരെ നിരന്തരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയല്ല പ്രാധാന്യം, മറിച്ച് തങ്ങൾക്ക് ലഭിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെയും ലൈക്കും ഷെയറും കമന്റും, അതോടൊപ്പം ഈ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ലഭിക്കുന്ന വരുമാനം, ഇതൊരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് പല ആളുകളും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോകൾ ചെയ്യുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ വലിയ സഹതാപം തോന്നി. ഇത്രമാത്രം ഈ ഇസ്ലാമിക് മതതീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്? ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഈ മതതീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത്? പല കാരണങ്ങളാകാം. ഒന്ന് ഭയമാകാം, മറ്റൊന്ന് ഇവരിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും സാമ്പത്തിക നന്മകളാകാം, മറ്റു പല കാര്യങ്ങളാകാം. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമന്റുകളിൽ ഒരു കമന്റ് മാത്രം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് രതീഷ് പി.കെ. എന്ന ഒരു വ്യക്തി എഴുതിയേക്കാണ്. മുകളിൽ പറഞ്ഞ രാജ്യങ്ങൾ ഒന്നും ഭരിക്കുന്നത് മതതീവ്രവാദികളല്ല. ഇറാന്റെ ആണവായുധം എപ്പോൾ തീവ്രവാദികൾക്ക്, അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് നൽകുമെന്നോ, ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ എപ്പോഴാണ് ഈ ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുന്നത് എന്നോ പ്രവചിക്കാൻ കഴിയില്ല. ലോകത്തുള്ള 75% തീവ്രവാദ സംഘടനകൾക്കും പണവും ആയുധവും നൽകുന്നത് ഇറാനാണ്, ബാക്കി പാകിസ്ഥാൻ. അപ്പൊ രതീഷ് എന്ന പേരുള്ള ഈ വ്യക്തി എത്ര കൃത്യമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ കമന്റിലൂടെ അതിന്റെ കൃത്യമായ വിവരം കൊടുത്തിരിക്കുക. അത്രയും പോലും ചിന്തിക്കാനുള്ള വിവരമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഈ വി പ്രഭാകരനെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആശയം ഇതാണ്: മറ്റു രാജ്യങ്ങൾക്കൊക്കെ ആണവായുധങ്ങൾ ഉണ്ടാക്കാം, എന്തുകൊണ്ട് ഇറാൻ ഉണ്ടാക്കിക്കൂടാ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് കൃത്യമായ ഉത്തരം കൊടുത്തേ പറ്റൂ. ഇവിടെയുള്ള സുഡാപ്പികളായിട്ടുള്ള ആളുകളും ഇസ്ലാമിക് മത തീവ്രവാദികളും ജിഹാദികളും അതുപോലെ ചില ഇടതുപക്ഷക്കാരും ചില കോൺഗ്രസ്സുകാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്: എന്തുകൊണ്ട് ഇറാന് ആണവായുധം ഉണ്ടാക്കിക്കൂടാ? വളരെ നല്ലൊരു ചോദ്യമല്ലേ?
അതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് തരാനായിട്ട് കഴിയും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളിൽ 98% തീവ്രവാദ ഗ്രൂപ്പുകൾ ഉള്ളത് ഈ ഇസ്ലാമിക് സമൂഹത്തിനാണ്. അത് ഒരു ദിവസം ഞാനതിൻ്റെ വീഡിയോ കൃത്യമായി ചെയ്തിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഇന്ത്യയെ തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടോ? ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഇന്ത്യയിൽ ഉണ്ടോ? ഉണ്ട്. ആ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പാണ് പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ ഒരു വകഭേദമാണ് STPI. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികള്, ബൊക്കോ ഹറാം, ഇങ്ങനെ ഒരു 200 പേജിന്റെ ബുക്ക് മേടിച്ചാൽ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഗ്രൂപ്പുകളെ എഴുതിയാൽ ആ ബുക്ക് തീർന്നു പോവുകയുള്ളൂ. പക്ഷേ ഈ തീവ്രവാദികളുടെ പേര് അവസാനിക്കുന്നില്ല. അപ്പൊ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കി. എന്തിനാണ് ഇവർ ഇതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്? എന്താണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം? ഇവർ തന്നെ 2 മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യോജിക്കുന്നില്ല. ഇത് നമ്മൾ ഇറാന് മറ്റുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ശത്രുവാണ്. ഇപ്പൊ സൗദി അറേബ്യ ആയാലും ഖത്തർ ആയാലും ഒമാൻ ആയാലും ഇറാഖ് ആയാലും കുവൈറ്റ് ആയാലും ഇതുപോലെയുള്ള UAE ആയാലും ഇതുപോലെയുള്ള എല്ലാ പ്രദേശങ്ങളും എല്ലാ രാജ്യങ്ങളും ഈ ഇറാനുമായി ശത്രുതയിലാണ്. എല്ലാം മുസ്ലിം രാജ്യങ്ങളല്ലേ, പക്ഷെ ഐക്യതയില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കലഹമുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ സംഘൻ കൺട്രി എന്ന് പറയുന്ന 28 രാജ്യങ്ങൾ, ഇവരെല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെയാണ് നിൽക്കുന്നത്. അത് യൂറോപ്പ്. അപ്പൊ ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം വളരെ ഐക്യത്തോടു കൂടി മുൻപോട്ട് പോകുമ്പോൾ ഇസ്ലാം മതം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളെല്ലാം ഭിന്നിച്ചു നിൽക്കുന്നു. അപ്പോൾ ഈ ചോദ്യം ഇവിടെയാണ്, എന്തുകൊണ്ട് ഇവർ ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്നു? ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. അതായത് ലോകത്തിൽ ഏറ്റവും അധികം തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. എങ്ങനെയാണ് ഇറാൻ തീവ്രവാദം പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്? അതായത് ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് ഇതുപോലെയുള്ള സംഘടനകൾക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പണവും ആയുധങ്ങളും കൊടുത്ത് സഹായിക്കുകയാണ്. ഇവരുടെ നേതാക്കന്മാരൊക്കെ പല പാരീസിലും ലണ്ടനിലും ഖത്തറിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലായി താമസിക്കുകയും ഇവരുടെ അണികളെ വെച്ചുകൊണ്ട് ഇവർക്ക് പണവും ആയുധവും കൊടുത്ത് ഇവരെ എന്ത് ചെയ്യാണ്? ക്രൈസ്തവ രാജ്യങ്ങളെ ആക്രമിക്കുവാനും പ്രത്യേകിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുവാനും ഇവർ പരിശീലനം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് അവരെ അമേരിക്കയും ഇസ്രായേലും തടയുന്നു? ഒറ്റ കാരണമുള്ളൂ, ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് ഇവർ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ ഇറാൻ ഉണ്ടാക്കിയ ആണവായുധം, ന്യൂക്ലിയർ വെപ്പൺസ്, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്, ഇതൊക്കെ ഈ ഹമാസിന്റെ കയ്യിലോ ഹൂത്തികളുടെ കയ്യിലോ ഹിസ്ബുള്ളയുടെ കയ്യിലോ ലഭിച്ചാൽ അവർ ആദ്യം പ്രയോഗിക്കുന്നത് ഒന്ന് ഇസ്രായേലിലായിരിക്കും, പിന്നീട് പ്രയോഗിക്കുന്ന സൗദി അറേബ്യയിലായിരിക്കും, ഖത്തറിലായിരിക്കും, ഒമാനിലായിരിക്കും. ഇതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യ ലോക രാജ്യങ്ങളിൽ 7ാമത്തെ വലിയ രാജ്യമാണ്, 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ്. നമ്മുടെ രാജ്യത്തേക്ക് ഒരു ആറ്റം ബോംബോ ഒക്കെ അയച്ചാൽ
നമ്മുടെ രാജ്യം വലിയ വിശാലമാണ്. പക്ഷേ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. അതിലാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. ഇസ്രായേല്, ഇതുപോലെ ഒമാൻ, ഇതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ, മാലിദ്വീപ്സ് പോലുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഈ ലെബനോൻ, സിറിയ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾ അവരുടെ കയ്യിൽ ഈ ആറ്റം ബോംബ് ലഭിച്ചാൽ അവർ ഏത് സമയവും ഇവിടെ കൊണ്ടുപോയിടും. ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇതിനെ തടസ്സം നയിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ പ്രഭാകരൻ, വി പ്രഭാകരനെ പോലെയുള്ള ഇസ്ലാമിക് മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രായം ഇത്രയുമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന് വിവരം വേണം. ഓരോ കാര്യങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു സാമാന്യ കോമൺ സെൻസ് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഇറാൻ ഇവിടെ അണുബോംബ് ഉണ്ടാക്കിയതോ ആറ്റം ബോംബ് ഉണ്ടാക്കിയതിലോ ആർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. മറിച്ച് ഇവരുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിയാൽ ഇവരത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൊടുക്കും. അതായത് 75% തീവ്രവാദികളെ ലോകത്തിൽ വളർത്തുന്ന ഇവരാണ്. പിന്നീട് ബാക്കിയുള്ളത് പാകിസ്ഥാൻ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളോട് ചേർന്ന് അണുവായുധം വികസിപ്പിച്ചെടുത്താൽ അത് ലോകത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയാണ്. അപ്പൊ നമ്മുടെ മുമ്പോട്ട് വെക്കുന്ന ഒരു ചോദ്യം, ഈ 3 ദിവസം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിച്ച് ആരംഭിച്ച യുദ്ധം ഇന്ന് 33 ദിവസം പിന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് അവസ്ഥ? ഒറ്റ കാരണമുള്ളൂ, ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യുന്നത് ഇറാനിലുള്ള ഈ ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികളെ മാറ്റുകയും അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നുള്ള മതതീവ്രവാദ രാഷ്ട്രത്തെ മാറ്റി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. ഇത്രയേ ഉള്ളൂ. ആ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇറാൻ പിടിച്ചെടുക്കുകയെന്നോ അല്ലെങ്കിൽ ഹോർമോസ് കടലിടുക്ക് പിടിച്ചെടുക്കുകയെന്നോ ഖാർഗെ ദ്വീപ് പിടിച്ചെടുക്കുകയോ എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. ഇത് ഈ സുഡാപ്പി അനുഭാവികളായിട്ടുള്ള പത്രപ്രവർത്തകര് ഇവർ ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയും ഈ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഊർജം കൊടുക്കാൻ വേണ്ടിയൊക്കെ തള്ളിവിടുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് അവർക്കത് പിടിച്ചെടുക്കണമെന്നില്ല. പിന്നെ ഇസ്രായേലും അമേരിക്കയും ജനവാസ കേന്ദ്രങ്ങളിലേക്കല്ല ആക്രമണം നടത്തുന്നത്, മറിച്ച് അവർ ആക്രമണം നടത്തുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇവർ പ്രധാനമായിട്ട് പെട്ട മിലിറ്ററി ഇരിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തീവ്രവാദികൾ ഉള്ള പ്രദേശങ്ങളെ നോക്കിയാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇവിടെ തീരാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ മത തീവ്രവാദം എന്ന് പറയുന്നത് അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉത്തർപ്രദേശിൽ ഒരു സംഭവം ഉണ്ടായി. രാം നവമിക്ക് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾ അവർ ഒരു റാലിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ചില മുസ്ലിം ചെറുപ്പക്കാർ ഇവരുടെ നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. ആ കല്ല് പെറുക്കി എറിഞ്ഞോടുകൂടെ ഇവിടെ വലിയ പ്രശ്നമായി, ഇവിടെ വലിയ അടിയും ബഹളമായി. പിന്നെ അത് വലിയ പ്രശ്നമായി. വാർത്ത വന്നപ്പോൾ എങ്ങനെ വന്നു? ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിച്ചു. വാസ്തവത്തിൽ വാർത്ത എന്താണ്? ഹിന്ദുക്കൾ അവരുടെ രാമനവമിയുമായി അവരുടെ റാലിയുമായി മുമ്പോട്ട് പോയപ്പോൾ ഈ മുസ്ലിം ചെറുപ്പക്കാര് ഇവരെ കല്ല് പെറുക്കി എറിഞ്ഞു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുക എന്നുള്ള ഒരു പണി ഇവർക്ക് എക്കാലത്തും എന്നും ഉള്ളതാണ് ഈ ജിഹാദികൾക്ക്. അതുകൊണ്ട് അമേരിക്ക 5500 അണുവായുധങ്ങളുണ്ട്, റഷ്യക്കുണ്ട്, ചൈനയ്ക്ക് 600 ഉണ്ട്, ഇന്ത്യക്ക് 190 ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വീഡിയോ വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇവർ അണുവായുധം ഉണ്ടാക്കുവാൻ അമേരിക്കയും ഇസ്രായേലും സമ്മതിക്കുന്നില്ല, അതിന്റെ പിന്നിൽ എന്താണ് കാരണമെന്നുള്ളതാണ്. ഇനി ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഒന്നെങ്കിൽ ഇറാനെ സമ്പൂർണമായി പരാജയപ്പെടുത്തണം, ഇടയ്ക്ക് വെച്ച് യുദ്ധം നിർത്തി പോകാൻ സാധ്യമല്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിലെ ഈ എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. അതായത് മുസ്ലിം രാജ്യങ്ങൾക്കും
സൗദി അറേബ്യക്കും ഖത്തറിനാണെങ്കിലും ഒമാനാണെങ്കിലും UAE-ക്കാണെങ്കിലും ബഹ്റിനാണെങ്കിലും ഇതുപോലെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇവർ ഭീഷണിയാണ്. കാരണം ഇവർ തീവ്രവാദത്തെ വളർത്തുന്നു. ആ തീവ്രവാദം വളർത്താനുള്ള പ്രധാന കാരണം എന്താ? അവരുടെ ടൈറ്റിൽ തന്നെ ഇസ്ലാമിക് രാജ്യമാണ്, മത അധിഷ്ഠിതമായ രാജ്യമാണ്. ഒരു മത നേതാവുണ്ട്, ആ മത നേതാവ് പറയുന്നത് പോലെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുമാത്രമല്ല, അവരുടെ ശരീഅത്ത് നിയമം മുമ്പോട്ട് വെച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല. കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ മതത്തിന്റെ അന്ധതയിൽ കൂടി ഈ രാഷ്ട്രത്തെ നയിക്കുമ്പോൾ അത് വലിയ അസ്വസ്ഥതയ്ക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായി തീരും. എന്തിനേല് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഹിറ്റ്ലറെയാണ്. ഹിറ്റ്ലറേക്കാൾ 10 മടങ്ങ് ക്രൂരനായിരുന്നു ഈ ആയത്തുള്ള അലി ഖുമേനി എന്ന് പറയുന്ന മതതീവ്രവാദി. ഈ മതതീവ്രവാദി ലക്ഷക്കണക്കിന് ആളുകളെ, ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകളെ നിഷ്ഠൂരം വധിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ വധിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കിഴവൻ. ഈ ആയത്തുള്ള അലി ഖുമേനി എന്ന ഈ കിഴവൻ ആ 10 ലക്ഷത്തിലധികം ഇറാനിലുള്ള ആളുകളെ കൊലയ്ക്ക് കൊടുത്ത വ്യക്തിയാണ്. അതുമാത്രമല്ല, ആ രാജ്യത്തെ, ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി സമ്പൂർണമായി നശിപ്പിച്ച് അവിടെ മതതീവ്രവാദം കുത്തിത്തിരുകാൻ ഏറ്റവും അധികം പണിപ്പെട്ട ഒരു വ്യക്തിയാണിത്. ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും കൊടുത്തത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതുപോലെയുള്ള ഖൊമേനിമാർ കൊല്ലപ്പെടണം. അവർ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യപ്പെടണം. ഇങ്ങനെയുള്ള മതതീവ്രവാദികളെ ഒരെണ്ണത്തിനെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഒസാമ ബിൻ ലാദൻ ആയിക്കൊള്ളട്ടെ, സദാം ഹുസൈൻ ആയിക്കൊള്ളട്ടെ, അതുപോലെ ഉള്ള ഈ മതതീവ്രവാദികളെ എല്ലാം ഉന്മൂലം നാശം ചെയ്തത് അമേരിക്കയാണ്. അപ്പൊ ലോക രാജ്യങ്ങളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുന്ന രാജ്യമായിട്ടാണ് അമേരിക്കയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് അണുവായുധം ഉണ്ടാക്കാൻ അനുവാദം കൊടുത്താൽ ഇവർ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുകയും ഇസ്ലാമിക് മത ഏകാധിപത്യം ഈ ലോകത്തിൽ കൊണ്ടുവരുവാൻ ഇവർ പരിശ്രമിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഈ മതതീവ്രവാദികളെ മാറ്റി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നത്. അതുകൊണ്ട് ഇറാൻ എന്തുകൊണ്ട് അണുവായുധം ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അവരുടെ കയ്യിൽ അത് കൊടുത്താൽ ഈ ലോകത്തെ അവർ നശിപ്പിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നവർ സാമാന്യം കോമൺ സെൻസ് ഉപയോഗിക്കുകയും ഏറ്റവും കുറഞ്ഞ പത്രം വായിക്കുകയും വിദേശ വാർത്തകൾ കേൾക്കുകയും അതും വിശ്വസനീയമായ ഈ സുഡാപ്പികൾ ഒറ്റയൊരുത്തനും സത്യസന്ധമായ വാർത്തകൾ പറയൽ. പല TV ചാനലുകളും സുഡാപ്പികൾ കയറി കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവന്മാരാരും സത്യസന്ധമായ ഒരു വാർത്ത ഇവര് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ ഒക്കെ തെറ്റായ വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന യുദ്ധം അത് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. മഹാഭാരത യുദ്ധം പോലെ എന്താണ്, അത് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അതെങ്കിലും മനസ്സിലാക്കാൻ ഏറ്റവും കുറഞ്ഞത് ഈ സുഡാപ്പികൾ ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.